നമസ്കാരം ഗുരുജി, ഒരുപാട് നന്ദിയുണ്ട് ഗുരുജി. നമസ്കാരം ഗുരുജി. ഭയങ്കര അനുഭവമായിരുന്നു. നാദം കേട്ട് കഴിഞ്ഞ് നമശിവായ ചൊല്ലാൻ പിന്നെ നാക്ക് പൊങ്ങുന്നില്ലായിരുന്നു. ആകെ വായൊക്കെ ബന്ധിച്ചൊരവസ്ഥയായിരുന്നു. ചലിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. താങ്ക് യു. ചെറുപ്പം തൊട്ടേ ഞാൻ ഈ ധ്യാനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ധാരാളം ബുക്കുകളൊക്കെ വായിച്ചു. പക്ഷേ ഇങ്ങനൊരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ ആദ്യമായിട്ട് ഗുരുജിയുടെ ആ മെഡിറ്റേഷൻ ഇരുന്ന സമയത്ത് ഞാൻ ഓർത്തുപോലുമില്ല. അപ്പോൾ എൻ്റെ മുൻപിൽ ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു വന്നത്. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്ത് എന്ത് പറ്റിയെന്നൊക്കെ ഞാനും ചിന്തിച്ചങ്ങനെ. കാരണം നമ്മൾ ഓർക്കാതെ പോലും നമ്മുടെ മുമ്പിൽ വന്നതായിട്ട് ഞാൻ കണ്ടു. പിന്നെ അതേപോലെ ഗുരുജി ആദ്യം ആ ദേവി മെഡിറ്റേഷൻ നടത്തിയല്ലോ ഒരു ദിവസം വൈകിട്ട്. അന്ന് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. 2 ദിവസത്തേക്ക് എനിക്കൊന്ന് ആ ഒരു സന്തോഷമായിരുന്നു. എൻ്റെ ഒരു ഹാങ് ഓവർ 2 ദിവസത്തോളം നിന്നു. താങ്ക് യു. നമസ്കാരം ഗുരുജി. ഇന്ന് രാവിലെ തന്നെ ദേവിയുടെ ആ പ്രസൻസ് വന്നു കഴിഞ്ഞു. കടപ്പാട് കണ്ണിൽ നിന്ന് ഇത്ര കണ്ണുനീരൊഴുകി എല്ലാത്തിനും കടപ്പാട്. താങ്ക് യു ഗുരുജി. നമസ്തേ ഗുരുജി. ഇന്നത്തെ സാധനയ്ക്ക് ശേഷം ഗുരുജി ഈവൻ ഫുൾ ബോഡി ഇപ്പോൾ വരെ ഫുൾ ബോഡി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതെ. കണ്ണടച്ച് കഴിഞ്ഞാൽ തലയിൽ നിന്ന് ഇങ്ങനെ കാല് വരെ ഒരു ഓവൽ ഷേപ്പിൽ ഒരു വെളിച്ചത്തിൽ നല്ല പ്യുവർ വൈറ്റ് കളറിൽ ഇങ്ങനെ എനർജി ഇങ്ങനെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കാലൊക്കെ ഈവൻ ഷിവർ ചെയ്യുന്നുണ്ട് എപ്പോഴും. അപ്പോൾ എനിക്ക് കിടന്നിട്ട് തന്നെ ഇങ്ങനെ ഫുള്ളിങ്ങനെ ശരീരം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ആ പാടെ എത്ര മണിക്കൂർ കഴിഞ്ഞ് എന്നിട്ടും എനിക്കിത് നിൽക്കുന്നില്ല. അതിങ്ങനെ ഒരു ഓവൽ ഷേപ്പിലിങ്ങനെ താഴെ നിന്നിങ്ങനെ കാലിൽ നിന്നിങ്ങനെ തിരിച്ച് ഫുള്ള് ഞാൻ 2.5 വർഷം മെഡിറ്റേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസിലൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇത്രയും വൈബ്രേഷൻ ഫസ്റ്റ് ടൈമാണ് ഇന്നത്തെ സാധനയ്ക്ക് ശേഷം. താങ്ക് യു ഗുരുജി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഋത്വിനാണ്. എനിക്ക് ഈ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങിയ തൊട്ട് വരെ എനിക്ക് കണ്ണുകൂട്ടിയാലും ബ്ലൂ കളർ കാണുകയും ഇനിയിപ്പം മെഡിറ്റേഷൻ എനിക്ക് ഡീപ്പായി വന്നപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ പറഞ്ഞ പോലെ ബ്ലൂവും ഓറഞ്ചും എല്ലാം കണ്ണു പൂട്ടിയാൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. മെഡിറ്റേഷൻ എനിക്ക് നല്ല ട്രാൻസ്ഫോർമേഷൻ എനിക്ക് തരുവാണ് ചെയ്തത്. അത് പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് കസ്തൂരി എന്നാണ്. ഞാൻ ബ്രാഹ്മി 21 ഡേയ്സ് മെഡിറ്റേഷനിൽ പങ്കെടുത്ത ഒരാളാണ്. ഈ മെഡിറ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് വിവരിക്കാൻ എന്നതിലും അപ്പുറമാണ്. കാരണം അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാനിതിനെക്കുറിച്ച് പറയുകയാണ്. ഇതൊരു മഹാസംരംഭമാണ് ഈ മെഡിറ്റേഷൻ പ്രോഗ്രാം. അപ്പോൾ എനിക്കിത് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ശരീരത്തിൽ ജന്മമെടുത്ത് ഭൂമിയിൽ വന്ന് ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിന് നാം ആരാണ്, നമ്മുടെ ധർമ്മം എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നൽകുന്ന ഒരു മെഡിറ്റേഷനാണ് ബ്രാഹ്മി 21 ഡേയ്സ്. ജന്മജന്മാന്തര കർമ്മങ്ങളുടെ ഫലവും പേറി ഈ ഭൂമിയിൽ വന്ന് ഒരുപാട് ജീവിത ദുഃഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവിച്ച് വളരെ യാതനയിൽ ജീവിക്കുന്ന ഇന്നത്തെ മനുഷ്യർക്ക് ഒരു തിരിച്ചറിവും ബോധവും നൽകുന്ന ഒന്നാണ് ഈ മെഡിറ്റേഷൻ. ഇതിലൂടെ നമ്മുടെ കർമ്മഫലങ്ങൾ ഇല്ലാതാക്കുകയും ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടതെന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മുക്തി നേടി നമ്മുടെ ആത്മാവിനെ പരമാത്മാവുമായി ബന്ധിപ്പിച്ച് ജീവിതത്തിൻ്റെ പരമോന്നതമായ ആത്മസംതൃപ്തിയിൽ ജീവിക്കാൻ നമ്മളെ നമ്മുടെ ഗുരുജി ഇതിലൂടെ സഹായിക്കും. ഇവിടെ ചക്രസാധനയിലൂടെയാണ്
അതാത് ചക്രങ്ങളുടെ ദേവതകളുടെ പ്രസൻസ് നമ്മൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതുമാത്രമല്ല, ഓരോ ഡിവൈൻ വർഷിപ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എനർജി ലെവൽ വർദ്ധിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാനും കഴിയും. ചക്രങ്ങളുടെ ഉണർവിലൂടെ നമ്മിലെ ആത്മജ്യോതി ജ്വലിക്കാൻ തുടങ്ങും. അങ്ങനെ ആത്മമുക്തിയിലേക്കും തുടർന്ന് മോക്ഷപ്രാപ്തിയിലേക്കും പതിയെ എത്തിച്ചേരും. കൂടാതെ നമ്മുടെ ഗുരുജി ശ്രീ ആദി, അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. കാരണം വാക്കുകൾക്ക് അതീതമാണ് അദ്ദേഹം. നമ്മൾ മുൻ ജന്മം ചെയ്ത ഭാഗ്യത്തിൻ്റെ ഫലമായി ഈ മഹാ യൂണിവേഴ്സ് നമുക്ക് നൽകിയ മഹാഭാഗ്യമാണ് നമ്മുടെ ഗുരുജി. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഗുരുജിയുടെ ശിക്ഷണത്തിൽ തന്നെ എത്തിപ്പെടാൻ കഴിഞ്ഞത്. അതിന് മഹാ യൂണിവേഴ്സിനോടും സർവേശ്വരനോടും എപ്പോഴും നന്ദിയുള്ളവളാണ് ഞാൻ. വാക്കുകൾക്കതീതമാണ് ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ള എക്സ്റ്റസി എന്ന് പറയാൻ. അതിലുപരി ഗുരുജിയിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് വളരെ വിപുലമായിട്ട് പറയാൻ എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എങ്കിലും എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ. എല്ലാ പുണ്യ ആത്മാക്കൾക്കും ഇതിൽ പങ്കെടുത്ത് ആത്മസായുജ്യം നേടാൻ, മുക്തിയിലേക്ക് പ്രവേശിക്കാൻ, അല്ലെങ്കിൽ മോക്ഷമാർഗത്തിലേക്ക് എത്താനുള്ള ഒരു അവസരമായി കണക്കാക്കി എല്ലാ പുണ്യജന്മങ്ങളും ഇതിൽ പങ്കെടുക്കണം. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ചിലപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യവും ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണിത്. ഇത്ര എനിക്ക് പറയാൻ അറിയാവൂ. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് നമ്മുടെ ഗുരുജിക്ക് ഒരുപാട് നന്ദി ഗുരുജി. താങ്ക് യു ഗുരുജി. ബ്രാഹ്മി 21 days മെഡിറ്റേഷൻ. ആധാര ചക്രങ്ങളായിട്ടുള്ള 21 ചക്രങ്ങൾ ഒരു ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തികൾക്ക് ശരീരവും മനസ്സിനും ഉപരിയുള്ള ഈ സൃഷ്ടി സ്പന്ദനം അനുഭവിച്ചറിയുന്ന അവരൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഊർജമാണെന്ന് സ്വയമേ റിയലൈസേഷൻ ചെയ്തു തരുന്ന ഒരു പ്രോഗ്രാമാണ്. ഓൺലൈനായിട്ട് 21 ദിവസം ബ്രാഹ്മി 21 days അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അവനവനൊരു പരബ്രഹ്മ സ്വരൂപമായിട്ടുള്ളൊരു ഊർജമാണെന്നുള്ള സ്വയമേയുള്ള ഒരു ബോധം വരുത്തുന്ന ഒരു പ്രോഗ്രാമാണ്. എപ്പോഴും മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം തന്നെ ശരീരവും മനസ്സുമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലടങ്ങിയിരിക്കുന്ന വ്യക്തിബന്ധങ്ങൾ, ശരീരം നശിച്ചു പോകുന്നുള്ള മരണഭയം, ഇതിൽ നിന്നെല്ലാമുള്ളൊരു മോചനം, സ്വതന്ത്രമാകുന്ന ബ്രാഹ്മി അടിസ്ഥാനപ്പെടുത്തുന്നതെല്ലാം തന്നെ തന്ത്ര സാധനയാണ്. തന്ത്രയെ അടിസ്ഥാനപ്പെടുത്തുന്നതെല്ലാം സ്വതന്ത്രയാണ്. ഈ ജീവൻ സ്വതന്ത്രമായിക്കൊണ്ട് ഈ ജീവന്റെ പരമാവധിയായിട്ടുള്ള ഓരോ കോശങ്ങളും ആനന്ദം കൊണ്ട് നിറയുന്ന ഒരു പ്രക്രിയയാണ് തന്ത്ര എന്ന് പറയുന്ന എക്സ്റ്റസിയിലേക്കുള്ള വഴിത്തിരിവാണ്. അതിലേക്കുള്ളൊരു മാർഗദർശനമാണ് ബ്രാഹ്മി 21 days എന്ന് പറയുന്നത്. അവനവനൊരു ഊർജമാണ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാൽവെപ്പാണ് ആത്മീയ യാത്രയ്ക്കുള്ള 114 ചക്രങ്ങളിലേക്കുള്ള ആദ്യഘട്ടത്തിലേക്കുള്ളൊരു തുടക്കം കുറിപ്പ് മാത്രമാണ് എപ്പോഴും 21 ചക്രങ്ങളുടെ ആധാര ചക്രങ്ങൾ ഉറപ്പിക്കുന്നതോടുകൂടി. 21 ചക്രങ്ങൾ സജീവമായാൽ പിന്നെ ആത്മീയ യാത്ര വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൈവടിച്ച് നമുക്ക് എൻലൈറ്റ്മെന്റ് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ്. അതിനുള്ളൊരു മാർഗമാണ്, അതിനുള്ളൊരു തുടക്കമാണ് 21 ചക്രങ്ങളെ സജീവമാക്കിക്കൊണ്ട് 114 നയിക്കുന്ന ഒരു പ്രക്രിയയുമാണ് ബ്രാഹ്മി 21 days എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ച് വളരെ വിജയകരമായി നടന്നു. ഇനി ഒരു അടുത്ത ബാച്ച് ജൂലൈ 30 ആരംഭിക്കുന്നത്. അമാവാസിയും പൗർണമിയും കടത്തിക്കൊണ്ടുപോയി നമ്മുടെ ഊർജ ചക്രങ്ങളെ ഉറപ്പിക്കുന്നതിനുള്ളൊരു പ്രക്രിയയാണ് ഈ ബ്രാഹ്മി 21 days. എല്ലാവർക്കും നമസ്കാരം.